കിട്ടിയതൊന്നും തികഞ്ഞിട്ടില്ല പാകിസ്ഥാന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വീരവാദം പറയുമോ? ട്രംപിനെ കൂടെ കൂട്ടി ഇന്ത്യയെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയാമെന്ന് കരുതി പുറപ്പെട്ടിട്ട് ഒടുവിൽ കാര്യം നടക്കാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ സ്വന്തം നിലയ്ക്ക് ഭീഷണി മുഴക്കി വിറപ്പിക്കാം എന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. വെടിക്കെട്ടുകാരനെയാണ് ഉടുക്കും കൊണ്ട് പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നെങ്കിലും കുറഞ്ഞ പക്ഷം പാകിസ്ഥാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായേനെ. മോദിയുടെ മൗനത്തിന് പോലും 1000 മിസൈലുകളുടെ പ്രഹരശേഷി ഉണ്ട് എന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിട്ടും മുച്ചൂട് മുടിഞ്ഞാലേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നാണ് മോദിയുടെ പക്ഷം. പല്ലിക്ക് ഉത്തരത്തിലിരിക്കുമ്പോൾ വീട് മുഴുവൻ താങ്ങുന്നത് താനാണെന്നൊരു ഹുങ്കുണരുന്നത് പോലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കാര്യം. കരഞ്ഞു കാലുപിടിച്ച് ഇന്ത്യയുടെ ആയുധ ശക്തിക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോയതൊക്കെ മറന്നെങ്കിൽ ഇന്ത്യൻ സൈന്യം വീണ്ടും വ്യക്തമായത് ഓർമ്മിപ്പിച്ചു കൊടുക്കും. പഹൽഗാം ഭീകരാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വർഷങ്ങളായി നിലവിലുള്ള സിന്ധു നദീജല കരാർ നിർത്തലാക്കി മോദി 8ന്റെ പണി കൊടുക്കുമെന്ന്. ഇനി എങ്ങനെയെങ്കിലും അതൊന്ന് അവസാനിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ടും മോദി അണ്ണുവിട്ട വ്യതിചലിക്കാതെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വീണ്ടും കടുത്ത ഭീഷണിയുടെ സ്വരവുമായി വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിൽ സംസാരിക്കവെയാണ് അസീം മുനീറിന്റെ പ്രതികരണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കിൾ കുരില്ലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അസീം മുനീർ US-ലെത്തിയത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇത് 2ാം തവണയാണ് അസീം മുനീർ അമേരിക്കയിലെത്തുന്നത്. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്ന് അസീം മുനീർ അമേരിക്കയിൽ പറഞ്ഞു. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് അത് തകർക്കുമെന്നുമാണ് അസീം മുനീർ പറഞ്ഞത്. പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണെന്നും പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും പാകിസ്ഥാൻ കൂടെ കൊണ്ടുപോകുമെന്നുമുള്ള ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന ഭീഷണിയാണ് ലോകത്തോട് മുഴുവൻ പാക് സൈനിക മേധാവി നടത്തിയിരിക്കുന്നത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ 250 മില്യൺ ജനങ്ങളെ അപകടത്തിലാക്കിയേക്കാമെന്ന് ഇന്ത്യക്ക് ഭീഷണി സന്ദേശം തന്റെ പ്രസംഗത്തിൽ നടത്തിയതിനൊപ്പം ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ പാകിസ്ഥാൻ കാത്തിരിക്കുമെന്നും അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാൻ അത് തകർക്കുമെന്നും പറഞ്ഞ അസീം മുനീർ സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല എന്നും പാകിസ്ഥാനികൾക്ക് മിസൈലുകൾക്ക് കുറവില്ല എന്നും കൂട്ടിച്ചേർത്തു. ചെറുത് കൊടുത്ത് വലുത് വാങ്ങിവെച്ചെന്ന് കേട്ടിട്ടേയുള്ളൂ. അത് മുഴുവൻ പാകിസ്ഥാനികൾക്കും അസീം മുനീർ വാങ്ങിക്കൊടുക്കാനുള്ള പുറപ്പാടിലാണ്. ഇതോടുകൂടി ഇനി ഒരിക്കലും ഏത് ലോകശക്തി മധ്യസ്ഥത വഹിച്ചാലും പാകിസ്ഥാനോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് മോദി മാറാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കുമെന്ന് പറയാൻ മാത്രം പാക് സൈനിക മേധാവി വളർന്നെങ്കിൽ കരുതിയിരിക്കുക, ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന മോദിയുടെ വാക്കുകൾക്ക് ഉടൻ വീണ്ടും ജീവൻ വെക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പാകിസ്ഥാന് കണ്ടകശനിയാണെന്ന് ഇനി അധികം വൈകാതെ ഉറപ്പാണ്. ട്രംപിനോട് പോലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഇന്ത്യക്കെങ്കിൽ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നെങ്കിലും പാകിസ്ഥാൻ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച